വൺ പീസ് ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഏറ്റവും ആദ്യം നമ്മൾ 1200 എപ്പിസോഡുണ്ട്, ഇതൊക്കെ എങ്ങനെ കണ്ടു തീർക്കാനാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്, 2 മാസം കൊണ്ടാണ് ഞാൻ വൺ പീസ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ വൺ പീസ് കംപ്ലീറ്റ് ചെയ്യാൻ അത്രയ്ക്കും കൂടി നേരം വേണം. ഞാൻ നിങ്ങൾക്ക് വൺ പീസ് കാണാനായിട്ട് ഈ 1200 എപ്പിസോഡ് വരെ കണക്ക് പറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ വാട്ട് യു വോണ്ട് ഇസ് ജസ്റ്റ് ഇൻ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതുണ്ട്. നിങ്ങൾക്ക് വൺ പീസ് കാണാനുള്ള എല്ലാവിധ റീസൺസും ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ പീസിനെ പറ്റി, വൺ പീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും. പിന്നെ നിങ്ങൾ വൺ പീസ് കാണാണ്ടിരിക്കുന്ന ഫ്രണ്ടിന് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വൺ പീസ് എന്ന് പറയുന്നത് ഈ 1226 വർഷം 21 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സക്സസ്ഫുള്ളി ബെസ്റ്റ് സെല്ലിങ് മാങ്ങയായിട്ട് തുറന്നു പോകുന്നത് എന്തൊരു കാരണമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കാരണമാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്, സ്റ്റോറി ലൈൻസ് ആൻഡ് വേൾഡ് ബിൽഡ്. നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി ഓഫ് എ ബോയ് ഗോയിങ് ബിഹൈൻഡ് എ ട്രഷർ. ബട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതല്ല, വൺ പീസ് ഇസ് സംതിങ് മോർ. വൺ പീസ് ഇസ് ഡെഫിനറ്റ്ലി സംതിങ് മോർ. അതായത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്. അതായത് നമ്മളിപ്പോൾ മെയിൻ ക്യാരക്ടറായ ലൂഫിക്ക് മാത്രമല്ല ഇവിടെ ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിൻ്റെ സൈഡിൽ പോകുന്ന സോറോ, സാഞ്ചിയുടെ ടോയ് ആനിമേഷൻ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്, അല്ല നല്ല. പക്ഷേ അതേമാതിരി വേറൊരാളുണ്ട് ഷാങ്സ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അമ്മോ, അതാളെ കാണുമ്പോഴാണ് നമുക്ക് വൺ പീസ് ഇസ് റിയൽ എന്ന് പറയുന്ന ഈ ഡയലോഗ്. വൈറ്റ് ബിയർഡ്, ഓ മൈ ഗോഡ്. ഇത്രയ്ക്കധികം ക്യാരക്ടേഴ്സ് മാറി മാറി അഴിഞ്ഞാടുന്ന ഈ ഒരു ഇത്രയ്ക്കധികം സീരീസുകളുണ്ട്. അതായത് ഇത്രയ്ക്കധികം വേറെ ഞാൻ സീരീസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ അടുത്ത റീസൺ ടു വാച്ച് വൺ പീസ് വിൽ ബി ദ സ്റ്റോറി. നമ്മൾ വിചാരിക്കും ഇറ്റ്സ് ജസ്റ്റ് എ പൈററ്റ് ട്രഷർ ഹണ്ടിങ്. അല്ല, പൈററ്റ് ട്രഷർ ഹണ്ടിങ് അല്ല, ഇത് സംതിങ് മോർ. ഐ കാൺ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻ ദിസ് സ്മോൾ വീഡിയോ. അത് ഈ ഒരു ചെറിയ വീഡിയോയിൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഓൾ ദ വേൾഡ്, ലോകത്ത് 800 വർഷം മുന്നേ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടിരുന്നു. ദാറ്റ് ഗായ് വാസ് ജോയ് ബോയ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ജോയ് ബോയ് വാസ്, ആൻഡ് റൈറ്റ് നൗ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഈസ് വാട്ട് ഹിസ് വിൽ. ആള് പറഞ്ഞ മാതിരിയാണ്, ആളുടെ വില്ല് പ്രകാരമാണ് വൺ പീസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ വില്ലനായിട്ടുള്ള ഇമൂസമ still not revealed. Everyone is waiting for that. And foreshadowing, അടുത്ത റീസണായിട്ട് വേണമെങ്കിൽ ഫോർഷാഡോയിങ് പറയാം. ചാപ്റ്റർ 1 കാണിച്ച സാധനം ചിലപ്പോൾ ചാപ്റ്റർ 1200 ചാപ്റ്ററിൽ 1112 ചാപ്റ്ററിലൊക്കെയാണ് ആള് ഓഡ സെൻസെ റിവീൽ ചെയ്യുന്നത്. ഇത്രയധികം ബെസ്റ്റായിട്ടുള്ളൊരു സിനാരിയോ, അത്ര ഫോർഷാഡോയിങ് ഞാൻ വേറൊരു സ്ഥലത്തോ വേറൊരു ആനിമയിലോ വേറൊരു മാങ്കയിലോ കണ്ടിട്ടില്ല. പിന്നെ കുറേ പേര് വൺ പീസിൽ ഇമോഷണൽ കണക്ഷൻസ് അധികം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണാണ്ടിരിക്കുന്ന കുറച്ച് പേര് എനിക്കറിയാം. നിങ്ങൾ ഈ സീരീസ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഷിപ്പിന് വേണ്ടി നിങ്ങൾ അറിയും. അത്രയ്ക്കധികം ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് പോരെങ്കിൽ വേറെ എങ്ങനെയാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല. വൺ പീസ് എന്ന് പറയുന്നതിൽ ഇമോഷണൽ കണക്ഷൻസിന് യാതൊരു വിധ കുറവില്ല. പിന്നെ വരുന്നതാണ് അടുത്ത ആർഗ്യുമെൻ്റാണ് വൺ പീസിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. വൺ പീസിൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വൺ പീസ് ക്യാച്ചപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വൺ പീസ് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം മാക്സിമം ഏകദേശം ഒരു 18 ദിവസമോ 17 ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1200 എപ്പിസോഡുകളിൽ ഏകദേശം 100ഓളം ഫില്ലറുകളുണ്ട്. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മെയിൻ സ്റ്റോറിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനം. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഓരോ എപ്പിസോഡിൻ്റെയും ഇൻട്രോയും ഔട്ട്രോയും റീക്യാപ്പും കൂടി അത് നിങ്ങൾ സ്കിപ്പ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഏകദേശം ഒരു 16 മിനിറ്റുള്ളൊരു എപ്പിസോഡാണ്.
16 മിനിറ്റാണ്, ഒരു 17 മിനിറ്റാണ് ഒരു എപ്പിസോഡിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതായത് മെയിൻ സ്റ്റോറിയുമായി ബന്ധമുള്ള ലെങ്ത്ത് വരുന്നത് 17 മിനിറ്റാണ്. ആ ലെവലിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് വാച്ചിങ്ങിൽ നിങ്ങൾക്ക് 17 ദിവസം കൊണ്ട് വൺ പീസ് സ്ട്രാറ്റജിക്കലി സ്പീക്കിംഗ് ക്യാച്ചപ്പ് ചെയ്യാം. പിന്നെ നിങ്ങളിതൊരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല. വൺ പീസ് ക്യാച്ചപ്പ് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ സമയം പോയി എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് ഇൻ ദ ആനിമെ ഹിസ്റ്ററി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും വൺ പീസ് എന്ന് പറയുന്ന ആനിമയുടെ ഒരു മഹാത്മ്യത്തെക്കുറിച്ച് അറിഞ്ഞു കാണണം. അപ്പോൾ അതാണ്, ആനിമെ കാണാത്ത ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.